സോ ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ആയിട്ട് വന്നായിരുന്നു. ആ വീഡിയോ ആക്ച്വലി ഒരു അറിയാതെ കയറിപ്പോയ ഒരു വീഡിയോ ആണ്. ഞാൻ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിച്ചതല്ല. ബട്ട് ഇറ്റ് ഗോട്ട് എ ഗുഡ് റെസ്പോൺസ്. സോ അതിനെ ബേസ് ചെയ്ത് തന്നെ ഞാൻ വേറൊരു സാധനം തുറന്നതാണ്. സിമ്പിൾ, വേറൊന്നുമല്ല, ഹൗ ടു റിക്കോൾ ഓർ റിമെമ്പർ തിങ്സ് പ്രിറ്റി ഫാസ്റ്റ്. പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുവരെ കേൾക്കാത്ത അറിയാത്ത ഒരു കാര്യത്തെ പറ്റി പെട്ടെന്ന് എങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഓർമ്മയിൽ വെക്കാം എന്നുള്ളതാണ്. പ്രധാനമായിട്ടും നമ്മൾ വിചാരിക്കേണ്ടത് എന്താ ടോപ്പിക് എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ പറയുകയാണ്, ഞങ്ങളിപ്പോൾ ഡോക്ടേഴ്സിൻ്റെ സൈഡിൽ പറയുകയാണെങ്കിൽ പൊട്ടാസ്യത്തിൻ്റെ കൂടുതലും കുറവും ആൻഡ് ഹൗ ഇറ്റ് എഫക്ട്സ് ഇ സി ജി, അതിനെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ അത് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്, ഏതെങ്കിലും ഒരു പൊട്ടാസ്യം കാൽഷ്യം പോലത്തെ ഇതുകളുടെ ഈ പറഞ്ഞ ഇലക്ട്രോലൈറ്റ്സ് എങ്ങനെയാണ് നമ്മുടെ ഇ സി ജി എഫക്റ്റ് ചെയ്യുക, അതിനെപ്പറ്റിയാണ് നമ്മൾ പഠിക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ ഫസ്റ്റ് ടൈം യു ലുക്കിംഗ് അറ്റ് ഇറ്റ്, ഫസ്റ്റ് ടൈം യു റീഡിങ് അബൌട്ട് ഇറ്റ്. എപ്പോഴും നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാൻ നോക്കുക. ഫോർ യുവർ ഈസ് ദിസ് ഇസ് മൈ, എന്താ പറയുക, ഞാൻ ഒരു രീതിയിൽ പല ടെക്നിക്കുകളിൽ എനിക്ക് സെറ്റായൊരു സാധനം റെഡിയാക്കി എടുത്തതാണ്. ത്രീ തിങ്സ് എന്നുള്ളത് നമ്മൾ എവിടെ വേണമെങ്കിലും എല്ലായിടത്തും യൂസ് ചെയ്യുന്നതാണ്. സ്പീച്ചസിലൊക്കെ കേട്ടിട്ടുണ്ടാവും ഒത്തിരി ആൾക്കാർ യൂസ് ചെയ്യുന്നതായിട്ട്. സോ ദാറ്റ്സ് ദാറ്റ്. സോ ത്രീ തിങ്സ് റിമെമ്പർ ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ രണ്ടാമത്തെ കാര്യം ഇപ്പോൾ എന്താ പറയുകയാണെങ്കിൽ, എന്താ നമ്മൾ പഠിക്കുന്നത്? ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ആണ് പഠിക്കുന്നത്. ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് എന്ന് പറയുമ്പോൾ അതിന് ഏത് ഇലക്ട്രോലൈറ്റാണ് പഠിക്കുന്നത്? പൊട്ടാസ്യം കാൽഷ്യം പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് മൂന്ന് ഇതുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഹൈപ്പോകലീമിയ, ഹൈപ്പർ കലീമിയ ആൻഡ് ഹൈപ്പോ കാൽസീമിയ. ഒബിയസ്ലി ഹൈപ്പർ കാൽസീമിയ കൂടെ ഉണ്ട്, പക്ഷേ നമ്മൾ പഠിക്കുന്നില്ല, മൂന്നെണ്ണം മാത്രം പഠിക്കുന്നത്. ഓക്കെ, സോ ഇ സി ജി ആയിട്ട് നമ്മളിതിനെ കോറിലേറ്റ് ചെയ്യണം. അപ്പോൾ ഇ സി ജിയിൽ ഏറ്റവും എന്താ പറയുക, ഇതായിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഭാഗമുണ്ട്. നമുക്ക് എന്താണ് എല്ലാ ഇ സി ജിയിലും നമ്മൾ മോസ്റ്റ് പോസിബിളി ഇപ്പോൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഈ ചേഞ്ചസ് വരുവാണെങ്കിൽ കാണുന്നത്. അപ്പോൾ നമ്മളൊരു ജനറലായിട്ട് തിങ്ക് ചെയ്യുകയാണെങ്കിൽ, വി ഗോട്ട് വാട്ട് വി ആർ സ്റ്റഡിങ്, നമ്മൾ അതായത് ഇലക്ട്രൽ ഇംബാലൻസ് ആണ് നമ്മുടെ ടോപ്പിക്ക്. അതിൻ്റെ അകത്ത് എന്താണ് ആ മൂന്ന് കാര്യങ്ങൾ എന്നുള്ളത് സോർട്ട് ഔട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പറയുന്നത് ഒരു ഫുൾ ടെക്സ്റ്റ് ബുക്ക് അല്ല, ഒരു പാരഗ്രാഫ് പഠിക്കുന്നത് എങ്ങനെയാണെന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് അവിടെ വരെ എത്തിയില്ലേ. ഇനി മൂന്ന് സാധനങ്ങൾ പറയുന്നതിൽ ഇപ്പോൾ ഹൈപ്പർ കലീമിയ എങ്ങനെയാണ് ഇ സി ജിയിൽ ഇത് ചെയ്യാവുന്നത്? ഹൈപ്പർ കലീമിയ ഉണ്ടെങ്കിൽ എന്ത് കാണാൻ പറ്റും ഇ സി ജിയിൽ എന്നുള്ളത് മാത്രം ചിന്തിക്കുക. ദിസ് ഈക്വൽ ടു ദാറ്റ് എന്നുള്ള രീതിയിൽ മാത്രം ചിന്തിക്കുക. അപ്പോൾ നമ്മൾ ബേസിക്കലി ഒരു പ്രത്യേകമായിട്ടൊരു സാധനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഹൈപ്പർ കലീമിയ എന്ന് പറഞ്ഞ വാക്ക് എന്തുമായിട്ട് അസോസിയേറ്റഡ് ഏത് ചെയ്തിരിക്കുമെന്നാണ് നമ്മൾ പറയുമ്പോൾ ടോൾ ടെൻഡഡ് ടി വേസ് ആയിട്ട് അത് എഫക്റ്റീവ്ലി ലിങ്ക്ഡ് ആണെന്നുള്ള രീതിയിൽ വയ്ക്കുക. അപ്പോൾ എവിടെയൊക്കെ ഹൈപ്പർ കലീമിയ ഉണ്ട് അവിടെയൊക്കെ ടോൾ ടെൻഡഡ് ടി വേസ്, ഹൈപ്പർ കലീമിയ ടോൾ ടെൻഡഡ് ടി വേസ്. ഓക്കെ, നെക്സ്റ്റ് ഇതിലേക്ക് വരുമ്പോൾ ഹൈപ്പോകലീമിയനെ പറ്റി നമ്മൾ പഠിക്കുന്നത്. അത് എങ്ങനെ ഒരു ഇത് ഇ സി ജിയിലെ എന്തുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും? അപ്പോൾ ഫ്ലാറ്റ് ടി വേസ് ഉണ്ടാകുന്നത് ഈ ഹൈപ്പോകലീമിയ കൂടി കഴിയുമ്പോൾ ഫ്ലാറ്റ് ടി വേസ് ഉണ്ടാവാം എന്നുള്ള ഒരു ഇതിലേക്ക് വരും. സോ യു ഗോട്ട് ത്രീ തിങ്സ്, അതായത് ഹൈപ്പോകലീമിയ, ഹൈപ്പർ കലീമിയ ആൻഡ് ഹൈപ്പോകാൽസീമിയ. അതിൽ ഹൈപ്പർ കലീമിയ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ടോൾ ടെൻഡഡ് ടി വേവ്സ് ഉണ്ടാകുന്ന മീൻസ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈപ്പോകലീമിയ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്ലാറ്റ് ടി വേവ്സ് ഉണ്ടാകുന്നു. അപ്പോൾ ഇതിലൊന്നും ബന്ധപ്പെടാത്ത ലാസ്റ്റ് കൺക്ലൂഷനായിട്ട് പോകുന്ന പോലെ കാൽഷ്യത്തിൻ്റെ കുറവ്, ഹൈപ്പോ കാൽസ്യമി ഉണ്ടായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും ഇ സി ജിയിൽ? ജസ്റ്റ് തിങ്ക് ലൈക്ക് ദാറ്റ്. അപ്പോൾ എന്ത് കാണാൻ പറ്റും? വാട്ട് ക്യാൻ വി സി? ക്വസ്റ്റ്യൻ എവറിത്തിങ്. എന്താ കാണാൻ പറ്റും? പ്രൊലോങ്ഡ് ക്യൂ ടി വേവ്സ് കാണാൻ പറ്റും. സോ നമ്മൾ ഇത്ര ചിന്തിക്കുന്നുള്ളൂ. ദിസ് ഈക്വൽ ടു ദാറ്റ് എന്നുള്ള ഒരു സംഭവത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇങ്ങനെ കാൽഷ്യം കുറവുണ്ടെങ്കിൽ എന്താണ് അവിടെ കാണാൻ പറ്റുന്നത്? ഇപ്പോൾ നമ്മളിപ്പോൾ വേറൊരു സ്റ്റഡി പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഇപ്പോൾ നമുക്കൊരു ഡെഫിനേഷനുണ്ട്. ഈ ഡെഫിനേഷനിൽ ഒരു പോയിന്റ് മാത്രം ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ അതെന്തായിരിക്കും? ഇപ്പോൾ ഒരു വേർഡിന് ഒരു പോയിന്റ് ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ അതെന്തായിരിക്കും? ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ടു. ഒരെണ്ണത്തിൻ്റെ അടുത്ത അതിൻ്റെ ഈ വാക്കിൻ്റെ അടുത്ത അസോസിയേഷൻ എന്താണ് അത് മാത്രം ഓർത്തിരിക്കുക ആദ്യത്തെ രീതിയിൽ. ദെൻ വെൻ യു റിമെമ്പർ ദാറ്റ്, ഇപ്പോൾ ഹൈപ്പർ കലീമിയ, ഹൈപ്പോകാൽസീമിയ അല്ലെങ്കിൽ ഹൈപ്പർ കലീമിയ എന്നുള്ളത് തനിയെ ഓർത്തിരിക്കാൻ പറ്റുവാണ്, അതിൻ്റെയൊക്കെ ഈക്വൽ ടു എന്താണെന്നും കൂടി ഓർത്തിരിക്കാൻ പറ്റുവാണെങ്കിൽ പിന്നെ നമുക്ക് അതിൻ്റെ പുറത്ത് വേറൊരു അതിൻ്റെ അടുത്ത അസോസിയേഷൻ ആയിട്ട് അറിയാം. ടോൾ ടെൻഡഡ് ടി വേവ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് എന്ത് വരാം എന്ന് പറയാം, വേറെ എവിടെയൊക്കെ ടോൾ ടെൻഡഡ് ടി വേവ്സ് വരാം. പിന്നെ നമ്മൾ ബേസിക്കലി പറയുന്നത് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് നമ്മൾ. ഇപ്പോൾ ഹൈപ്പോകലീമിയ ഒന്ന് എന്ത് കാണാൻ പറ്റും? ആ ക്വസ്റ്റ്യൻ്റെ അകത്തുനിന്നാണ് ഫ്ലാറ്റ് ടി വേവ്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ടോപ്പിക് എന്താണ്? ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്. അപ്പോൾ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് എന്ന് പറയുന്നത് റെലവൻ്റ് ആയിട്ടുള്ള ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ ഐഡിയ. എപ്പോഴും എന്താണ് നമ്മൾ പഠിക്കുന്നതെന്ന് ആദ്യം ഓർത്തിരിക്കുക. ആ എന്താണെന്ന് പഠിക്കുന്നുള്ളത് മൂന്നായിട്ട് തിരിക്കാൻ നോക്കുക. മൂന്നായിട്ട് തിരിക്കുന്ന സാധനങ്ങളിൽ എന്താണ് അസോസിയേഷൻ വരുന്നതെന്ന് നോക്കുക. ഓരോന്നിനും ഏതാണ് അസോസിയേഷൻ വരുന്നതെന്ന് നോക്കുക. ആ അസോസിയേഷൻ വേണമെന്നതിൻ്റെ ഒരു ഭാഗം
ആ ഒരു ഭാഗം മാത്രം മറ്റേതുമായിട്ട് ചേർത്ത് പഠിക്കാൻ നോക്കുക. അപ്പോൾ ആ ഒരു ഭാഗം മാത്രം ഓർത്തിരിക്കാനേ ശ്രമിക്കാവുള്ളൂ. കൂടുതൽ പണിയെടുക്കാൻ ശ്രമിക്കരുത്. കുറച്ച് പണിയെടുക്കാൻ ശ്രമിക്കുക. കുറച്ച് പണിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബ്രെയിൻ അത്രയും പെട്ടെന്ന് ടയർ ആവത്തില്ല. പിന്നെ പല രീതിയിൽ പഠിക്കാൻ പറയുന്നുണ്ട്, വായിച്ച് പഠിക്കാൻ പറയുന്നുണ്ട്, കേട്ട് പഠിക്കാൻ പറയുന്നുണ്ട്, കണ്ടു പഠിക്കാൻ പറയുന്നുണ്ട്. അതൊരു വേറെ ഒരു കാറ്റഗറിയിലാണ് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്ര മാത്രമാണ്. എനിക്ക് അത്രയൊന്നും അറിയണ്ട. എനിക്ക് ജസ്റ്റ് ഈ ഒരു സാധനം കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും മെയിനായിട്ടുള്ള വേറൊരു സാധനം കാണേണ്ടത് എന്നുള്ളത്. ഇപ്പോൾ ഹൈപ്പോകലീമിയ എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കണം വേറൊരു സാധനം കാണേണ്ടത്? ഫ്ലാറ്റ് ടി വി സാധനം കാണേണ്ടത്. മറ്റേത് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഹൈപ്പർ കലീമിയ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അടുത്തതായിട്ട് കാണേണ്ടത്? അത് ടോൾ ടെൻഡർ ടി വി ആണ്. ഇപ്പോൾ ഹൈപ്പോ കാൽസ്യമia കാണുവാണെങ്കിൽ എന്തായിരിക്കണം അടുത്ത കാണേണ്ടത്? മനസ്സിലായില്ലേ? ഇതുണ്ടെങ്കിൽ വേറെ എന്തായിരിക്കും കാണേണ്ടത്? അങ്ങനെ പഠിക്കുക. അപ്പോൾ ലോങ് ബി ക്യൂട്ടി വേവ്സ് ആണ് കാണേണ്ടത്. നമ്മൾ എപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഒരു ഫുൾ ഇത് പച്ചവെള്ളമാക്കുന്നതിലാണ് കാര്യം എന്നുള്ളതാണ്. അങ്ങനെയല്ല കാര്യം. ഫസ്റ്റായിട്ട് നിങ്ങളുടെ ഒരു സിംപ്ലിസിറ്റി ഉണ്ട്. വി ആർ ഓൾ സിമ്പിൾ ബീയിങ്സ്. അപ്പോൾ സിമ്പിളായിട്ട് ഓർത്തിരിക്കാൻ പറ്റുന്ന കാര്യങ്ങളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവൻ ദോ ടോപ്പിക് ടഫാണ്, ഒത്തിരി അസോസിയേഷൻ മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാം, അതൊക്കെ ഉണ്ടാവാം. പക്ഷേ അതിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം എന്നിട്ട് അതിൻ്റെ ഒപ്പം പിന്നെ ആഡ് ചെയ്ത് പോകാം. അപ്പോൾ നമുക്ക് അത് ക്യാച്ച് ചെയ്യാൻ അത്ര പാടുണ്ടാവില്ല. പിന്നെ പ്രാക്ടീസ് ചെയ്യുക. ഈ പറഞ്ഞോണം നമ്മൾ എത്ര വട്ടം ഹൈപ്പോകലീമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് ഓർക്കുന്നു, അങ്ങനെയാണ് ആ ന്യൂറോൺസ് നമുക്ക് ലിങ്കായി വരുന്നത്. ഹൈപ്പോകലീമിയ എന്ന് പറഞ്ഞത് എന്താണ്? ടോൾട്ടിനിറ്റിവേഴ്സ്. ഹൈപ്പോകലീമിയ എന്ന് പറയുന്നത് എന്താണ്? ടോൾട്ടിനിറ്റിവേഴ്സ് എന്ന്. പച്ചവെള്ളം മനപ്പാടാക്കണതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ജസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു 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 അൺഅപ്പോളജറ്റിക് ആയിട്ട് അങ്ങ് ചോദിക്കുക, എന്തായിരിക്കും? അപ്പോൾ നമുക്കിങ്ങനെ അറിയാൻ പാടില്ലെന്ന് പറഞ്ഞ് കുറച്ച് നേരം നമ്മളങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മൾ ഇഫ് യു ഹാവ് റിട്ടൺ ഇറ്റ് സംവെയർ, ജസ്റ്റ് ലുക്ക് ത്രൂ ഇറ്റ്. ഇഫ് യു ഡു നോട്ട് ആസ്ക്, യുവർ ബ്രെയിൻ ഡസൻറ്റ് നോ വാട്ട് ടു ലുക്ക് ഫോർ. അപ്പോൾ അത് ഇപ്പോൾ ബുക്കിലുണ്ടെന്ന് അറിയാമെങ്കിൽ ബുക്ക് മറിച്ച് നോക്കും. എല്ലാ ദിവസവും ബുക്ക് മറിച്ച് നോക്കാൻ നമ്മുടെ ബ്രെയിൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് സ്റ്റോർ ചെയ്തോളൂ. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ബ്രെയിൻ സ്റ്റോർ ചെയ്യും. അപ്പോൾ അതാണ് നമ്മുടെ ഞാൻ നേരത്തെ തന്ന വീഡിയോയുടെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനായിട്ട് നമ്മൾക്ക് ഇത് വരുന്നത്. So I am a junior doctor in cardiology, and the first thing which is relevant to me is all things based on ECG. So I had to call this. I hope small doctors and some normal people also find it easy to grab this. Okay, thank you for listening. This is one simple attempt by me to get things through. So thank you for watching. Okay, bye.